ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാവുന്ന രണ്ട് മോഡൽ ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. രണ്ട് മോഡൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞത്, നമുക്ക് തന്നിരിക്കുന്ന ഒരു സെന്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ V1 ആണ് നമുക്ക് തരുന്നത്, വെർബിന്റെ V1 ഫോം ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണ് അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി പറഞ്ഞിരുന്നു. ഈസ്, ആം അല്ലെങ്കിൽ ആറ് പ്ലസ് V3 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ പറഞ്ഞു. പാസീവ് വോയിസിൽ എപ്പോഴും V3 ഫോം ആണ് ഉണ്ടാകുക. അതോടൊപ്പം നമ്മൾ ബേസ് ആയിട്ട് പഠിച്ചത് പാസീവ് വോയിസിൽ ഒരിക്കലും ടെൻസ് മാറത്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഇത് കൂടാതെ നമ്മൾ രണ്ടാമത്തെ മോഡലിലേക്ക് നമ്മൾ വന്നു. അതായത് ഇപ്പോൾ V1 ആണ് ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ സെന്റൻസിലെ വെർബെങ്കിൽ അവിടെ നമ്മൾ ഈസ്, ആം, ആർ പ്ലസ് V3 എന്ന് പറയുന്ന ആ ഒരു ഘടനയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഇത് കൂടാതെ നമുക്ക് V2 ആണ് തരുന്നതെങ്കിൽ, നമ്മുടെ സെന്റൻസിൽ V2 ആണെങ്കിൽ നമ്മളവിടെ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ആണ് നമ്മുടെ ഘടന എന്നും നമ്മൾ ഇന്നലെ പഠിക്കുകയുണ്ടായി. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഇംഗ്ലീഷിന്റെ ഒരു പ്ലേലിസ്റ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ മോഡലാണ്. മൂന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബിന്റെ ING ഫോം, വെർബിന്റെ ING ഫോം ആണ് നമുക്ക് കാണുന്നതെങ്കിൽ, ഈസ്, ആം, ആറ് പ്ലസ് വെർബിന്റെ ING ഫോം, ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ, നമ്മുടെ ആക്റ്റീവ് വോയിസിൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈസ്, ആം, ആറ് പ്ലസ് ബീയിങ് പ്ലസ് V3, ഇതാണ് നമ്മുടെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടൈപ്പ് 1 പഠിച്ചു, ടൈപ്പ് 2 പഠിച്ചു. ഇവിടെ നമ്മൾ എത്തുന്നത് ടൈപ്പ് 3യിലേക്കാണ്. നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ ഈസ്, ആം, ആറ് പ്ലസ് വെർബിന്റെ ING ഫോം ആണെങ്കിൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടി ഓപ്ഷനിൽ പോയി നോക്കുക. ഈസ്, ആം, ആറ് പ്ലസ് ബീയിങ് പ്ലസ് വെർബിന്റെ V3 ഫോം, ഇങ്ങനെയുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ മനസ്സിലാവുന്നതാണ്. നമ്മുടെ എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന എക്സാമ്പിൾ, ഷീ ഈസ് പ്ലേയിങ് ചെസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പരിചയപ്പെടുത്തുകയാണ്. ഷീ ഈസ് പ്ലേയിങ് ചെസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. കാരണം അവൾക്ക് എന്താണ്, ചെസ് കളിക്കാനുള്ള സ്വയം കഴിവുണ്ട്. അപ്പോൾ ഇതൊരു ആക്റ്റീവ് വോയിസിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഷീ ഈസ് പ്ലേയിങ് ചെസ് എന്ന് പറയുന്ന ഈ ഒരു ആക്റ്റീവ് വോയിസിൽ നിന്നുള്ളതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഈസ് പ്ലസ് വെർബിന്റെ ING ഫോം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് 3യിലേക്ക് തന്നെയാണ് വരേണ്ടത്. ഇങ്ങനെയാണ് വരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതും, ചെസ് എന്ന് എഴുതും. ചെസ് എന്ന് എഴുതുന്നു. അതിനുശേഷം ചെസ് എന്ന് പറയുന്നത് സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? ചെസ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. അപ്പോൾ ഈസ് പ്ലേയിങ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഘടന എന്താണ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെസ് എന്ന് പറയുന്ന സിംഗുലാർ ആയതുകൊണ്ട് ഈസ് എന്ന് നമുക്ക് എഴുതാം. അതിനുശേഷം ബീയിങ് എന്ന് എഴുതുന്നു, BEING. അതിനുശേഷം പ്ലേയിങ് എന്നതിന്റെ V3 ആണ് വരേണ്ടത്, പ്ലേയിഡ് എന്ന് വരുന്നു. പ്ലേയിങ് എന്നതിന്റെ V3 പ്ലേയിഡ്. ബൈ എന്താണ്, ഇവിടെ സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് ഷീ ആണ്. അതിന് ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹർ എന്നാണ് വരിക. എന്താണ്, ഹെർ എന്നാണ് വരുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഷീ ആണെങ്കിൽ ഹെർ എന്നാണ് വരേണ്ടത്. അപ്പോൾ ചെസ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ഹെർ എന്നതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, പാസീവ് വോയിസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പരീക്ഷകളിൽ ഷീ ഈസ് പ്ലേയിങ് ചെസ്, അതിന്റെ പാസീവ് വോയിസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഓപ്ഷനിൽ പോയിട്ട് എന്ത് നോക്കണം, ആദ്യം തന്നെ നോക്കണം ഈസ് പ്ലസ് ബീയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എത്രയുണ്ടെന്ന് നോക്കണം. കാരണം എന്താണ്, ഈസ് പ്ലസ് പ്ലേയിങ് എന്നാണ് വന്നിരിക്കുന്നത്, ഈസ് പ്ലസ് വെർബിന്റെ ING ഫോം ആണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാസീവ് വോയിസിൽ ഈസ് പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയുണ്ടെന്ന് നോക്കാം. ഇതിൽ നിന്ന് തന്നെ ചിലപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഷീ ഈസ് പ്ലേയിങ് ചെസ് എന്ന് പറയുന്ന ചോദ്യമാണ്. ചെസ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ഹെർ എന്നാണ് ഇവിടെ നമ്മൾ അതിന്റെ പാസീവ് വോയിസ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ കൂടുതൽ ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ചോദ്യം, അമൽ ഈസ് റൈറ്റിംഗ് എ നോവൽ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്, അമൽ ഈസ് റൈറ്റിംഗ് എ നോവൽ. ഇത് ആക്റ്റീവ് വോയിസിലല്ലേ, കാരണം അമലിന് എന്താണ്, നോവൽ എഴുതാനുള്ള സ്വയം കഴിവുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, അതായത് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് ആണ്, ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം.
അപ്പോൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആക്റ്റീവ് വോയിസ്, ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് പാസീവ് വോയിസ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈസ് റൈറ്റിംഗ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ടൈപ്പ് 3 ആണ്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ് വരേണ്ടതെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇനി അടുത്തത്, ആദ്യം നമ്മൾ എ നോവൽ എന്ന് എഴുതുന്നു, ഒബ്ജക്റ്റ് എടുത്ത് ആദ്യം എഴുതുന്നു. അതിനുശേഷം എ നോവൽ സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലാർ ആണ്. അപ്പോൾ നമ്മൾ ഈസ് എഴുതുന്നു. അതിനുശേഷം ബീയിങ് എന്ന് എഴുതുന്നു. ബീയിങ്ങിന് ശേഷം റൈറ്റിങ്ങിന്റെ V3 എഴുതുന്നു. അപ്പോൾ റിട്ടൺ എന്ന് വരുന്നു. റിട്ടൺ എന്നാണ് വരിക. അതിനുശേഷം ബൈ അമൽ, അമൽ എന്നായതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിരുന്നു ബൈ രാഹുൽ, രാഹുൽ ആണെങ്കിൽ ബൈ രാഹുൽ, സീമയാണെങ്കിൽ ബൈ സീമ, അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ ബൈ അമൽ എന്നാണ് വരിക. എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ അമൽ എന്നാണ് ഇതിന്റെ പാസീവ് വോയിസിലുള്ള ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ഇതേ ടൈപ്പിലുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ദേ ആർ പ്രിപ്പയറിംഗ് ദ ഡിന്നർ എന്നതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ഇതാണ്, ദേ ആർ പ്രിപ്പയറിംഗ് ദ ഡിന്നർ എന്നതാണ് നമ്മുടെ ചോദ്യം. ദേ ആർ പ്രിപ്പയറിംഗ് ദ ഡിന്നർ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചോദ്യം തരുന്നു ആക്റ്റീവ് വോയിസിലാണ്. അവർക്ക് എന്താണ് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുള്ള സ്വയം കഴിവുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ആർ പ്ലസ് വെർബിന്റെ ING ഫോമാണ്. നമ്മൾ പഠിച്ച ടൈപ്പ് 3 വരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നു, ദ ഡിന്നർ എന്ന് എഴുതുന്നു. ഡിന്നർ എന്ന് എഴുതുന്നു. ഡിന്നർ സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലാർ ആണ്. അപ്പോൾ ഈസ് എഴുതുന്നു. അതിനുശേഷം ബീയിങ് എന്ന് എഴുതുന്നു. അതിനുശേഷം പ്രിപ്പയറിംഗ് എന്നതിന്റെ V3 ഫോമാണ് എഴുതേണ്ടത്. അതായത് പ്രിപ്പേർഡ് എന്ന് വരുന്നു. അതിനുശേഷം ബൈ ദേ എന്നാണ് എഴുതേണ്ടത്? അല്ല, ദേന്റെ ഒബ്ജക്റ്റീവ് ഫോം ദം എന്നാണ് വരിക. അപ്പോൾ ബൈ ദം എന്നാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ദേ ആർ പ്രിപ്പയറിംഗ് ദ ഡിന്നർ എന്നതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് ദ ഡിന്നർ ഈസ് ബീങ് പ്രിപ്പയർഡ് ബൈ ദം എന്നാണ്. അപ്പോൾ നമ്മൾ പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? 4 ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. ആർ പ്ലസ് പ്രിപ്പയറിംഗ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ബീയിങ് പ്ലസ് V3 ആ ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ സെന്റൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടോ എന്ന് നമ്മൾ ഓപ്ഷനിൽ പോയി ചെക്ക് ചെയ്യുക. ഇല്ലാത്ത ഓപ്ഷനൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ആക്കുക. ബൈ ദേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ട് ചിലപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും, അതും ഡിലീറ്റ് ആക്കുക. ബൈ ദം എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് നമ്മുടെ അടുത്ത ഒരു ചോദ്യം കൂടി ചെയ്യാം ഈ ഒരു ടൈപ്പുമായി ബന്ധപ്പെട്ടിട്ട്. രാമു ഈസ് വാച്ചിങ് എ മൂവി. രാമു ഈസ് വാച്ചിങ് എ മൂവി എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് ഉത്തരം കിട്ടുന്നുണ്ട് നോക്കാം. നമ്മൾ ഫാസ്റ്റ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എ മൂവി എന്നാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം ഈസ്, എ മൂവി സിംഗുലാർ ആയതുകൊണ്ട് ഈസ് എഴുതുന്നു. പിന്നെ ബീയിങ് എന്ന് എഴുതുന്നു. അതിനുശേഷം വാച്ച് എന്നതിന്റെ V3 ഫോം വാച്ച്ഡ് എന്ന് പറയുന്നു. ബൈ എന്താണ് രാമു എന്ന് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ എ മൂവി ഈസ് ബീയിങ് വാച്ച്ഡ് ബൈ രാമു എന്നതാണ് ഇവിടെ നമ്മൾ ഇതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 3 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു ടൈപ്പിലേക്ക് പോവുകയാണ്. അടുത്ത ടൈപ്പ്, ഇപ്പോൾ നമ്മൾ 3 ടൈപ്പുകളാണ് പഠിച്ചത്. V1 ആണെങ്കിൽ അതിനെ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 എന്ന് പഠിച്ചു. V2 മാത്രമാണ് നമ്മുടെ ആക്റ്റീവ് വോയിസിലുള്ളെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബിന്റെ ING ഫോം ആണെങ്കിൽ അവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ബീയിങ് BEING ബീയിങ് പ്ലസ് V3 എന്നാണ് വരേണ്ടത്. അപ്പോൾ ഈ ഓരോ ടൈപ്പ് ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പേപ്പറിൽ ഒന്ന് എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ടൈപ്പ് മാത്രം നോക്കി പോകുമ്പോൾ അത് പെട്ടെന്ന് റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ 3 ടൈപ്പാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. ഇനി അടുത്ത ഒരു ടൈപ്പിലേക്ക് വരാം. നമ്മുടെ ടൈപ്പ് എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബിന്റെ ING ഫോം ആണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുന്നത് എങ്ങനെയായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അല്ല, അങ്ങനെയല്ല നമ്മൾ പഠിക്കുക. തൊട്ട് മുമ്പാണെങ്കിലോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മളിവിടെ അങ്ങനെയൊന്നും പഠിച്ചു പോകണ്ട. കാരണം ടെൻസ് അറിയില്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളിവിടെ നോക്കുന്നത്. വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബിന്റെ ING ഫോമാണ് നമ്മുടെ സെന്റൻസിൽ തരുന്നതെങ്കിൽ സിമ്പിളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് എന്ത് ചെയ്യുക? ബീയിങ് ചേർക്കുക. നമ്മളിപ്പം തൊട്ട് മുമ്പ് ചെയ്ത പോലെ ബീയിങ് ചേർക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? V3 ഫോം എഴുതുക. അപ്പോൾ എപ്പോഴും V3 ഫോം ആയിരിക്കും നമ്മുടെ പാസീവ് വോയിസിൽ വരിക എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ ടെൻസ് ഒരിക്കലും മാറത്തില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമെങ്കിൽ തന്നെ പല ഓപ്ഷനും നമുക്ക് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം.
ചോദ്യം ഇതാണ്, ദ എഡിറ്റർ വാസ് the editor was editing the important news എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് വാസ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് കണ്ടുപിടിക്കുക. ഇത് ആക്റ്റീവ് വോയിസിലാണ്. ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ദ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. എഡിറ്റർക്ക് ആ ഒരു ന്യൂസ് എഡിറ്റ് ചെയ്യാനുള്ള സ്വയം കഴിവുണ്ട്. അപ്പോൾ ആക്റ്റീവ് വോയിസിലാണ്, അതായത് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് വോയിസിലാണ്. അപ്പോൾ ഇവിടെ നോക്കുക, പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാസ് എഡിറ്റിംഗിലേക്കാണ്. അപ്പോൾ വാസ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ് പ്ലസ് എഡിറ്റിംഗിന്റെ V3 ഫോമാണ് നമുക്ക് അവിടെ വരേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് മൊത്തത്തിൽ എടുക്കണം. ന്യൂസ് മാത്രമല്ല ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്. ദ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്. ദ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ദ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സിംഗുലാർ ആണ്. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സിംഗുലാർ ആണ്. അപ്പോൾ ഇവിടെ വാസ് ആണോ വേർ ആണോ? സിംഗുലാർ ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വാസ് ആണ്. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വേർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എന്ന് വരുന്നു. ബീയിങ് എന്ന് വരുന്നു. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ദ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റിംഗിന്റെ V3 എന്ന് പറഞ്ഞാൽ എഡിറ്റഡ് എന്നാണ്. എഡിറ്റഡ് എന്ന് വരുന്നു. അതിനുശേഷം ബൈ എന്താണ്? ദ എഡിറ്റർ എന്നാണ് വരിക. ബൈ ദ എഡിറ്റർ. ഇതാണ് ഇതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ എന്നതാണ് നമ്മുടെ പാസീവ് വോയിസ് വരേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലോണം മനസ്സിലാവും. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. നമ്മുടെ ചോദ്യം ഇതാണ്, ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വാസ് റൈറ്റിംഗ്, അപ്പോൾ നമ്മുടെ ടൈപ്പ് 4 ആണ്. അതായത് വാസ് അല്ലെങ്കിൽ വർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം എ ലെറ്റർ എന്ന് എഴുതി. എ ലെറ്റർ എന്ന് നമ്മൾ ആദ്യം എഴുതി. അതിനുശേഷം എ ലെറ്റർ സിംഗുലാർ ആയതുകൊണ്ട് തന്നെ ഞാൻ വാസ് എഴുതി. അതിനുശേഷം എന്താണ്? ബീയിങ് എന്ന് എഴുതുന്നു. റൈറ്റിംഗ് എന്നതിന്റെ V3 റിട്ടൺ എന്ന് വരുന്നു. ബൈ ഐ ആണോ എഴുതേണ്ടത്? ഐന്റെ ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് വരണം. മീ ആണ് എഴുതേണ്ടത്. നമ്മൾ പഠിച്ചതാണ്. ബൈ മീ എന്നാണ് വരേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ബൈ ഐ എന്ന് പറയുന്ന ഓപ്ഷൻ നിർബന്ധമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ മീ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മറ്റു എക്സാമ്പിളും കൂടെ നൽകിയിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 4 ടൈപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ 2 എണ്ണം, ഈ ക്ലാസ്സിൽ 2 എണ്ണം. ഒരു എക്സാമ്പിൾ കൂടെ നൽകാം. നമ്മുടെ എക്സാമ്പിൾ ഇതാണ്. ഷീ വാസ് correcting അവർ പേപ്പേഴ്സ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ്. സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം അവൾക്ക് എന്താണ് സ്വയം ആ ഒരു പേപ്പർ കറക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് ആക്റ്റീവ് വോയിസിലാണ്. ആ രീതിയിലാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എഴുതേണ്ടത്. കാരണം പലപ്പോഴും ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള ഭാഗങ്ങളിലും നമുക്കിത് എളുപ്പമായിട്ട് വരും. അവിടെ ചിലപ്പോൾ പാസീവ് വോയിസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളിൽ നമുക്കിത് എളുപ്പമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഷീ വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ആക്റ്റീവ് വോയിസിലാണ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. ആദ്യം നമ്മൾ നോക്കുമ്പോൾ അവർ പേപ്പേഴ്സ് എഴുതുന്നു. അവർ പേപ്പേഴ്സ്. വാസ് കറക്റ്റിംഗ് എന്നാണ്. ടൈപ്പ് 4 ആണ്. അപ്പോൾ അവർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണോ സിംഗുലാർ ആണോ? അപ്പോൾ ഇവിടെ ഓർക്കുക, അവർ പേപ്പേഴ്സ് പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? വേർ എന്നാണ് വരുന്നത്. ഇനി അതിനുശേഷം ബീയിങ് എന്ന് വരുന്നു. ഇവിടെ എന്താണ്? കറക്റ്റിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഷി വാസ് കറക്റ്റിംഗ് എന്നാണ്. അപ്പോൾ ആ കറക്റ്റിംഗ് എന്നതിന്റെ V3 വരണം. അപ്പോൾ അവിടെ കറക്റ്റഡ് എന്നാണ് വരിക. എന്താണ് V3 വരേണ്ടത്? കറക്റ്റഡ് എന്നാണ് വരിക. അതിനുശേഷം പിന്നെ വരേണ്ടത് ഷീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റ് സി ആണല്ലോ. അപ്പോൾ അവിടെ ബൈ പ്ലസ് ഷീന്റെ ഒബ്ജക്റ്റീവ് ഫോം വരണം. അപ്പോൾ നമുക്ക് അവിടെ ബൈ ഹെർ എന്നാണ് വരേണ്ടത്. അപ്പോൾ അവർ പേപ്പേഴ്സ് വർ ബീയിങ് കറക്റ്റഡ് ബൈ ഹെർ എന്നതാണ് ഇതിന്റെ പാസീവ് വോയിസ് വരേണ്ടത്. അപ്പോൾ നമ്മളുടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലെ 4 ടൈപ്പുകൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതൊരു പരീക്ഷ എടുത്താലും ഈ ചോദ്യമുണ്ട്. ആ ഒരു മാർക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. നമ്മളിത് പഠിച്ച 4 ടൈപ്പുകൾ. ഒന്ന് V1 എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്റ്റീവ് വോയിസിൽ തരുന്നെങ്കിൽ, V1 മാത്രമാണ് തരുന്നെങ്കിൽ നമ്മുടെ ഈസ് ആമ് ആറ് പ്ലസ് എന്താണ് V3 ആണ് വരേണ്ടത്. പിന്നെ V2 ആണ് നമ്മുടെ ചോദ്യത്തിൽ ആക്റ്റീവ് വോയിസിലുള്ളതെങ്കിൽ, അതായത് V2 മാത്രമാണ് ഉള്ളതെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ വരേണ്ടത് വാസ് അല്ലെങ്കിൽ വർ പ്ലസ് V3 ആണ്. എപ്പോഴും V3 തന്നെയാണ് വരിക. ഇനി അടുത്ത നമ്മൾ പഠിച്ച റൂൾ എന്ന് പറയുന്നത് ഈസ് ആമ് ആറ് പ്ലസ് വെർബിന്റെ ING ഫോമാണ് ആക്റ്റീവ് വോയിസിലെങ്കിൽ അവിടെ നമ്മൾ ഈസ് ആമ് ആറ്
പ്ലസ് ബീയിങ് പ്ലസ് V3 എന്നാണ് വരേണ്ടത്. ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് നമ്മുടെ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബിൻ്റെ ING ഫോം ആണെങ്കിൽ നമുക്ക് അവിടെ വരേണ്ടത് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3. ഇതാണ് നമ്മുടെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ടെൻസ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പറയും സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ്. ആ 4 കാര്യങ്ങൾ നമ്മളോട് പഠിച്ചത്. പക്ഷെ നമ്മളിവിടെ ടെൻസ് അറിയെങ്കിൽ പോലും ചെയ്യേണ്ട രീതിയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെൻസ് അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ ആ ടെൻസ് അറിയില്ലെങ്കിൽ പോലും അങ്ങനെ എൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. അവിടെ സിമ്പിളായിട്ട് ഈ പറയുന്ന ഘടന ഓർത്ത് വെച്ചാൽ മതി, ഉത്തരത്തിലേക്ക് എത്താം. ആക്റ്റീവ് വോയിസ് അവസാനിക്കുന്നില്ല. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയ ചെറിയ രൂപത്തിൽ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. പരീക്ഷയ്ക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാം. നമ്മൾ പഠിക്കാറില്ലേ, പയ്യത്തുന്ന പനയും തിന്നാം. ആ ഒരു പഴഞ്ചൊല്ല് ഓർത്ത് വെക്കുക. അതേപോലെ കണ്ടിന്യൂസ് ഇത് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതെല്ലാം നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഒപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം അല്ലേ. 2 ഭാഗവും ശരിയായി കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ഉള്ളതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.